കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പിസ്സ ഉണ്ടാക്കിയാലോ? വീട്ടില് തന്നെ. അതിന്റെ പിസ്സയുടെ ബേസും ആ പിസ്സ സോസ് ഉണ്ടല്ലോ, അതും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനു വേണ്ടി 330 ml ചെറിയ ചൂടുള്ള വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ ഈസ്റ്റും 3 വലിയ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി മൈദ 4 കപ്പ് മൈദ, അതായത് ഒരു 560 ഗ്രാം മൈദ. ഇത് കറക്റ്റായിട്ട് അളന്നെടുക്കാം. ഇനി നന്നായി കുഴച്ചെടുക്കണം. എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് മിക്സർ ഉള്ളത് കൊണ്ട് ഞാൻ അതിലോട്ട് ചേർക്കാണ്. നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നന്നായി കുഴച്ച് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ കുറേശ്ശെ ആയിട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. പകുതി നേരം കഴിയുമ്പോൾ 2 ടീസ്പൂണ് ഒലീവ് ഓയിൽ ചേർക്കാം. 10 നിമിഷം അതുപോലെ അടിച്ചതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു 5 തക്കാളി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബോയിൽ ചെയ്ത തക്കാളി നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒലീവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, 1 കുട വെളുത്തുള്ളി ചെറുതായി ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലോട്ട് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. സവാളയുടെ കളറും വെളുത്തുള്ളി കളറും എല്ലാം വാടി ബ്രൗൺ കളറാവണം. ബ്രൗൺ കളറായാൽ അതിലോട്ട് മുളക് പൊടി, ഒറിഗാനോ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് തള വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് 5 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത്, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. 5 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കാം. സൈഡൊക്കെ നന്നായി തിളച്ച് ചെറുതായി വറ്റണം. നമ്മൾ വെള്ളം നന്നായി വറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാവ് ഈ സമയം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ഒരു റോളാക്കിയിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് നമ്മൾ ഉരുട്ടി ചപ്പാത്തി പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഫ്രൈ പാനിൽ ലൈറ്റ് ഓയിൽ തടവിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി സെന്ററിൽ തൊട്ട് സൈഡ് ഇങ്ങനെ വലിച്ചു നീട്ടി സൈഡിൽ കുറച്ച് കട്ടിയുള്ള രീതിയിൽ വെച്ചേക്കണം. ഇനി ഒരു ഫോർക്ക് കുത്തിയിട്ട് അതിൻ്റെ ബേസിന്റെ മേലിൽ ഒന്ന് കുത്തി കൊടുക്കാം. എയർ ബബിൾ വരാണ്ടിരിക്കാനായിട്ടാണ് ഇതുപോലെ ചെയ്യണത്. ഇനി നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ബേസ് കണ്ടില്ലേ, ഒരു 5 നിമിഷം ഉണ്ടെങ്കിൽ നമ്മുടെ ബേസ് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ തിരിച്ചിട്ട ബേസ് കണ്ടില്ലേ, ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, തക്കാളി കൊണ്ട് നമ്മളൊരു സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ സോസ് ഒരു 2 ടീസ്പൂണോളം ചേർത്തിട്ട് നന്നായി 2-3 ടീസ്പൂണോളം ചേർത്ത് നന്നായി സൈഡിലേക്ക് ഓരത്തിലേക്ക് പോകാതെ സെന്ററിൽ മാത്രം പുരട്ടി വെക്കാം. ഇനി ഇതിലോട്ട് മൊസറല്ല ചീസാണ് ഉപയോഗിക്കുന്നത്. മൊസറല്ല ചീസ് ഇട്ടിട്ട് തക്കാളി, സവാള, കുറച്ച് ഒറിഗാനോ, വേണമെന്നുണ്ടെങ്കിൽ കോൺ വേവിച്ച് ചേർക്കാം. ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു
പാത്രം വെച്ച് മൂടി 2 മിനിറ്റ് വേവിക്കാം. അപ്പൊ നമ്മുടെ മുകളില് മൊസറല്ല ചീസൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ടാവും. ഈ സമയം നമ്മൾ പുറത്തെടുത്ത് ഇത് കട്ട് ചെയ്ത് കഴിക്കുക. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ കടയിലൊക്കെ വാങ്ങുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൻ വീട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.